കൃപ തരണേ ഞങ്ങൾക്ക്. ഞങ്ങളങ്ങേ ഒത്തിരി ബഹുമാനിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിലിരിക്കാം. ഭാരതത്തിൽ ഇങ്ങനെയുള്ള ചലനങ്ങൾ തുടങ്ങുന്നതിനായി സ്തോത്രം. ആരാധിക്കുവാൻ തന്നെ ജനം സ്റ്റേഡിയങ്ങളിൽ, ഗാലറികളിൽ ഒന്നിച്ചു കൂടുന്ന നാളുകൾ അതിവിദൂരമല്ല. കൈകളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. യേശുവിനെ കുറിച്ചുള്ള സ്തുതികൾ കൊണ്ട്, സ്തോത്രങ്ങൾ കൊണ്ട് ഈ അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കാൻ ദൈവം ഒരു തലമുറയെ എഴുന്നേൽപ്പിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അവൻ എൻ്റെ വായിൽ സ്തുതികൾ തരുന്നതിനായി സ്തോത്രം. അവൻ എൻ്റെ വായിൽ പുതിയ പാട്ട് തരുന്നതിനായി സ്തോത്രം. എൻ്റെ വായിൽ മൂർച്ചയേറിയ ആയുധങ്ങൾ തരുന്നതിനായി സ്തോത്രം. ആമേൻ. ഇന്ന് രാത്രിയിൽ ഇവിടുന്ന് കടന്നു പോകുന്ന പലരും അങ്ങനെ ചില ദൈവികമായ കൃപകളുമായി കടന്നു പോകുവാൻ കർത്താവ് ഇടവരുത്തട്ടെ. കൈകളെ ഉയർത്തി ദൈവത്തെ ഒരിക്കൽ കൂടി സ്തുതിക്കാം. ഈ മീറ്റിങ്ങിനെ ഓർത്ത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. എനിക്കറിയാം ഒത്തിരി പ്രതീക്ഷയോടെ, വളരെ ദാഹത്തോടെയാണ് ഈ ശുശ്രൂഷയിൽ സഭയും ജനവും അഭിഷിക്തന്മാരുമായിരിക്കുന്നത്. ഞാനിതിനെക്കുറിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് എനിക്കൊരു 4 കാര്യങ്ങൾ ഓർപ്പിച്ചു. ഞാനത് പങ്കുവെക്കുകയും വർഷിപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഒരു കാര്യം ഉറപ്പാണ്, കർത്താവ് നിങ്ങളോട് സംസാരിക്കും. നിങ്ങളുടെ നാവിൽ ചില മൂളിപ്പാട്ടുകൾ ദൈവം തരും. അത് വിശ്വസിക്കുന്നവർ കൈകളെ ഉയർത്തി ആമേൻ. ദൈവത്തെ ആരാധിക്കുവാൻ നമ്മൾ ഇവിടെ വന്നിരിക്കുകയാണ്. ഈ പ്രത്യേക ശുശ്രൂഷയുടെ പിൻപിൽ അതാണ് വളരെ വിലപ്പെട്ടത്. എന്നാൽ കർത്താവ് ആരാധനയെക്കുറിച്ച് പറഞ്ഞപ്പോൾ കർത്താവ് വ്യത്യസ്തമായൊരു 4 ആരാധനയെ എന്നെ കാണിച്ചു തന്നു. അതിലൊന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രഹാം നടത്തിയ ആരാധനയാണ്. ഹല്ലേലൂയ. ദൈവം എന്തെങ്കിലും അവനോട് പറഞ്ഞാൽ അവൻ അതിനു വേണ്ടി പ്രാർത്ഥിക്കത്തില്ല. കേട്ടില്ല? ദൈവം എന്തെങ്കിലും അബ്രഹാമിനോട് പറഞ്ഞാൽ അബ്രഹാം അതിനു വേണ്ടി പ്രാർത്ഥിക്കത്തില്ല. നിങ്ങൾ കേൾക്കാത്തതുകൊണ്ട് വീണ്ടും ഒന്നുകൂടെ പറയാം. ദൈവം എന്തെങ്കിലും അബ്രഹാമിനോട് പറഞ്ഞാൽ അബ്രഹാം അതിനുവേണ്ടി പ്രാർത്ഥിക്കത്തില്ല. ആമേൻ വരാത്തത് കൊണ്ട് ഒന്നുകൂടെ പറയാം. ദൈവം എന്തെങ്കിലും അബ്രഹാമിനോട് പറഞ്ഞാൽ അബ്രഹാം അതിനുവേണ്ടി പ്രാർത്ഥിക്കത്തില്ല. മറിച്ച് അവൻ ഒരു യാഗപീഠം പണിയും. ആമേൻ, ആമേൻ, ആമേൻ. അതിന്റെ അർത്ഥം എന്താണ്? പ്രാർത്ഥന ലഭിക്കാനാണ്. പക്ഷെ യാഗപീഠം ലഭിക്കാനല്ല, അത് ലഭിച്ചതിന്റെ തെളിവാണ്, ആരാധനയാണ്. കൈകളെ ഉയർത്താൻ പറ്റുന്നവർ ആമേൻ. ഒരിക്കൽ കൂടെ ആമേൻ, ആമേൻ. അബ്രഹാം എന്ത് കേൾക്കുന്നു അവൻ പെട്ടെന്ന് യാഗപീഠം പണിയും. കാരണം അത് നടക്കാൻ പോകുകയാണെന്നല്ല, ആത്മമണ്ഡലത്തിൽ അത് റിലീസാണ്. ഇന്ന് രാത്രിയിൽ വീടുകളിൽ യാഗപീഠങ്ങൾ ഉയരട്ടെ, കുടുംബങ്ങളിൽ യാഗപീഠങ്ങൾ ഉയരട്ടെ. അതിന്റെ അർത്ഥം ആരാധനയുടെ ഒരു തലമുറ. കൈകളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. വീടുകളെല്ലാം യാഗപീഠങ്ങളായി മാറട്ടെ, ആരാധന സ്ഥലങ്ങളായി മാറട്ടെ. ആമേൻ, ഹല്ലേലൂയ.
അവൻ അറിയാം അത് ലഭിച്ചു എന്ന്. സ്തോത്രം. അടുത്തിരിക്കുന്നവർക്ക് പറ്റുമെങ്കിൽ കൈകൊടുത്തു പറ, ദൈവം എന്നോട് പറഞ്ഞതെല്ലാം എനിക്ക് ലഭിക്കും. ഇന്നത്തെ രാത്രിയിൽ ചിലരുടെ വാഗ്ദത്തങ്ങൾ നിവർത്തീകരിക്കുന്നതിന്റെ ഒരു ഉറപ്പായിരിക്കും ഈ രാത്രിയിൽ. നീ കേട്ട് തുടരുകയല്ല, നീ ആത്മാവിലത് പ്രാപിച്ച് തുടരുന്ന ഒരാത്മതലത്തിലേക്ക് ദൈവം നമ്മെ നടത്തുകയാണ് എന്ന് പറഞ്ഞാൽ, അവൻ ദൂത് കേട്ടാൽ ആരാധിക്കും, അവൻ ദൂത് കേട്ടാൽ ആരാധിക്കും, വാഗ്ദത്തം കേട്ടാൽ ആരാധിക്കും, വാഗ്ദത്തം കേട്ടാൽ ആരാധിക്കും. യേശുവിന്റെ നാമത്തിൽ ആരാധന കൊടുക്കും, ആരാധന കൊടുക്കും, ആരാധന കൊടുക്കും. ചിലർ നടന്ന് കഴിഞ്ഞ് ആരാധിക്കുന്ന മിര്യാമിനെ അല്ല ദൈവത്തിന് ഈ തലമുറയിൽ വേണ്ടത്. നടക്കുന്നതിന് മുമ്പ് ആരാധിക്കുന്ന ഒരു അബ്രഹാം ജനറേഷൻ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റു വരട്ടെ. ചിലരൊക്കെ തപ്പുകളും കിന്നരങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് അലമാരിയിൽ. ഗ്ലോറി 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 ഗ്ലോറി. എൻ്റെ ഈ വോയിസ് ഒട്ടും ഇല്ല, എവിടെ നിന്നാണ് ശബ്ദം വരുന്നത് പോലും എനിക്കറിയില്ല. ഞാൻ കഴിഞ്ഞ 7 days ആയിട്ട് 12 hours ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. രാവിലെ ഏകദേശം 9 മണി തൊട്ട് വൈകിട്ടൊരു 10 മണി വരെ, അല്ലെങ്കിൽ 10 തൊട്ട് 10 വരെ ഇത് വർക്കാം. ഹല്ലേലൂയ. എനിക്കറിയില്ല, എൻ്റെ മക്കളെ ദയവായിട്ട് ക്ഷമിക്കണം. ആമേൻ. ആക്ഷനൊക്കെ കണ്ട് വായിക്കണം, പാടണം. ഹല്ലേലൂയ. പക്ഷെ ഇന്ന് നിങ്ങളുടെ മേൽ അത്ഭുതങ്ങളുടെ ഒരു രാത്രിയായിരിക്കും. കൈകളെ ഉയർത്തി ദൈവത്തെ ഒരിക്കൽ കൂടി ഒന്നുകൂടെ സ്തുതിക്കാം. ആമേൻ. ചിലരൊക്കെ തപ്പുകളും കിന്നരങ്ങളൊക്കെ മേടിച്ചു വെച്ചിട്ടുണ്ട്, അലമാരിയിൽ വെച്ചിട്ടുണ്ട്. ചെങ്കടലൊന്ന് പിളർക്കട്ടെ, അത് കഴിഞ്ഞ് തട്ടാൻ വേണ്ടി ചിലരൊക്കെ അലമാരികളിൽ വെച്ചിട്ടുണ്ട്. പക്ഷേ ചില അബ്രഹാമാർ ഇതിനകത്തിരിപ്പുണ്ട്. സ്തോത്രം, ആമേൻ. ഒന്നും കാണാത്തപ്പോഴും ഒന്നും ഇല്ലാത്തപ്പോഴും ആശയ്ക്ക് വിരോധമായി ആശയോടെ കാത്തിരുന്ന് യാഗപീഠം പണിതുകൊണ്ട് ചില അബ്രഹാമാർ ഇതിനകത്തിരിപ്പുണ്ട്. നിന്നെ ദൈവം വിശ്വാസത്തിന്റെ ഒരു വലിയ വ്യക്തിത്വമാക്കി തീർക്കാൻ പോകുകയാണ്. നീ ഒരു ചരിത്രമാകാൻ പോകുകയാണ്. ഹല്ലേലൂയ. അബ്രഹാം വാഗ്ദത്തങ്ങൾ കേൾക്കുമ്പോഴേ യാഗപീഠങ്ങൾ പണിയും. എവിടെ ചെന്നാലും ആദ്യത്തെ അദ്ദേഹത്തിന്റെ പരിപാടി യാഗപീഠം പണിയുകയാണ്. കാരണം എനിക്കാരാധിക്കണം, 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 എനിക്കെന്റെ ദൈവത്തെ ആരാധിക്കണം. അങ്ങനെ ഇരിക്കുന്ന തലമുറ അനുഗ്രഹിക്കപ്പെടത്തില്ലേ? അങ്ങനെയുള്ള തലമുറ ഉയരത്തില്ലേ? ആ അബ്രഹാമിനോട് ദൈവം പറഞ്ഞത്, ഞാൻ നിന്നെ നിശ്ചയമായിട്ട് അനുഗ്രഹിക്കുകയും ഞാൻ നിശ്ചയമായിട്ട് നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഐ വിൽ ഷുവർലി ബ്ലസ് യു, ഐ വിൽ ഷുവർലി മൾട്ടിപ്ലൈ. നിന്നെ ഞാൻ നിശ്ചയമായിട്ട് അനുഗ്രഹിക്കും. ഇത് ചിലരുടെ നേർക്ക് ദൈവത്തിന്റെ വിരൽ ചൂണ്ടി പറയുന്നു. ആരാധിക്കുന്ന നിന്നെ ഞാൻ നിശ്ചയമായിട്ട് അനുഗ്രഹിക്കും, നിശ്ചയമായിട്ട് വർദ്ധിപ്പിക്കും. വിശ്വസിക്കുന്നവർ കൈ ഉയർത്തി ആമേൻ പറഞ്ഞേ. മലയാളത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ എഴുതിയപ്പോൾ ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്നും വർദ്ധിപ്പിക്കുന്നു എന്നേ പറഞ്ഞിട്ടുള്ളൂ. കാരണം അവർക്കിത് വലിയ ഇഷ്ടമില്ലല്ലോ. ഉള്ളത്തിൽ ആഗ്രഹമാണെങ്കിലും പുറത്ത് പറയാനൊരു ബുദ്ധിമുട്ടല്ലേ? കേട്ടില്ല. വേണമെന്ന ആഗ്രഹമാ, പക്ഷെ പറഞ്ഞാൽ കുഴപ്പമാ. മനസ്സ് മൊത്തം അതാണ്. പാവം പിടിച്ച എല്ലാവരും അവർ നോർത്ത് ഇന്ത്യ വിടും, അവർ അമേരിക്കയ്ക്കും UK പോവുകയും ചെയ്യും. ഐ എം സോറി, എല്ലാവരും പോട്ടെന്നേ. ഐ എം സോറി, എല്ലാവരും പോട്ടെന്നേ. ആരുമില്ല, കൈയടിച്ചില്ല. ഞാൻ ഇവിടത്തെ കാര്യമല്ല പറഞ്ഞേ. അതുകൊണ്ട് മലയാളത്തിൽ നിന്ന് ആ വാക്കങ്ങ് കട്ട് ചെയ്തു. എന്താ? നിശ്ചയമായി.
കാരണം ആരെങ്കിലും വഴി പിഴച്ചെങ്ങാം അതങ്ങ് വിശ്വസിച്ചാലോ? അതുകൊണ്ട് ചുമ്മാ അങ്ങ് എഴുതി വെച്ചു, ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. എന്നാൽ മറ്റെല്ലാ ലാംഗ്വേജിലും എഴുതി വെച്ചു ഷുവർലി. ഷുവർലി, നിശ്ചയമായിട്ടും. എത്ര പേർ കൈ ഉയർത്തി രാമേൻ പറയും? നിശ്ചയമായിട്ടും. ആരാധിക്കുന്ന നിന്നെ നിശ്ചയമായിട്ടും ഞാൻ അനുഗ്രഹിക്കുകയും, ആമേൻ പറ, അനുഗ്രഹിക്കുകയും നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. എന്നിട്ട് അബ്രഹാമിനോട് മറ്റൊരു ദൂതും കൂടെ പറയുകയാണ്, നിന്നെ ഏദൻ തോട്ടം പോലെ ആക്കിയിരിക്കും. ആരെങ്കിലും വിശ്വസിക്കുന്നെങ്കിൽ ഒന്ന് സ്തോത്രം ചെയ്തോ. നിന്നെ ഏദൻ തോട്ടം പോലെയാക്കും. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ചിലരെ നോക്കി പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്നെ ഒരു സാധാരണ തോട്ടമല്ല, നിന്നെ ഒരു ഏദൻ തോട്ടം പോലെ ദൈവമാക്കിയിരിക്കും. അപ്പോൾ ഏദൻ തോട്ടത്തിന്റെ പ്രത്യേകത എന്താ? ഒത്തിരി പ്രത്യേകതയുണ്ടെങ്കിലും അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, വെയിലാറുമ്പോ ഒരുത്തൻ അവിടെ ഇറങ്ങി വരും എന്ന് പറഞ്ഞാൽ വിട്ടുപിരിയാത്ത ഒരു ദൈവബന്ധമുള്ള ഒരു വ്യക്തിയായി നീ തീർന്നിരിക്കും. കൈകളെ ഉയർത്താൻ പറ്റുന്നവരെല്ലാം. രണ്ട്, ഏദൻ തോട്ടത്തിനൊരു പ്രത്യേകത, അവിടെ ഒരു നദിയുണ്ട്. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. പരിശുദ്ധാത്മാവിന്റെ ഒരു നദി അവിടെയുണ്ട്. എത്ര പേർ ഇന്ന് രാത്രിയിൽ ദൈവത്തെ സ്തുതിക്കുന്നു? അബ്രഹാമിനെ പോലെ നിന്നെ അനുഗ്രഹിച്ച്, നിന്നെ വർദ്ധിപ്പിച്ച്, ഒരു ഏദൻ തോട്ടം പോലെ നിന്നെ ആക്കി, വൈകിയ സമയങ്ങളിൽ നിന്നെ പേർ ചൊല്ലി വിളിക്കാൻ ഇറങ്ങി വന്ന്, നീ എവിടെയാ, നീ എവിടെയാ, നിനക്കെന്തു വേണം എന്ന് ഇടതടവില്ലാതെ നിന്നോട് മിണ്ടി, നിന്നോട് സംസാരിച്ച്, നിന്നെ ഉറപ്പിച്ച്, നിന്നെ അവനോട് അനുരൂപമാക്കുന്ന ഒരു ദൈവ ശബ്ദം നിനക്ക് ലഭിച്ചിരിക്കും. വിശ്വസിക്കുന്നവർ കൈകളെ ഉയർത്തി. ഹല്ലേലൂയ. അപ്പോൾ അബ്രഹാമിന്റെ ഒരു പ്രത്യേകത, ചെല്ലുന്നിടത്തെല്ലാം യാഗമിടം. ഞാൻ നിങ്ങളെ ബ്ലസ് ചെയ്യുന്നു. എല്ലായിടത്തും ആരാധന, ഏത് സാഹചര്യത്തിലും ആരാധന. കൈകളെ ഉയർത്തി ആമേൻ പറഞ്ഞാട്ടെ. ഓ, എന്ത കാലത്തിലും எந்த நேரத்திலும் நன்றியால் உம்மை நான் துதிப்பேன். இயேசுவே உம்மை நான் துதிப்பேன் துதிப்பேன், எந்த வேளையிலும் துதிப்பேன். இயேசுவே உம்மை நான் துதிப்பேன் துதிப்பேன், எந்த வேளையிலும் துதிப்பேன். எந்த காலத்திலும் எந்த நேரத்திலும் நன்றியால் உம்மை நான் துதிப்பேன். இயேசுவே உம்மை நான் துதிப்பேன் துதிப்பேன், எந்த வேளையிலும் துதிப்பேன். இயேசுவே உம்மை நான் துதிப்பேன் துதிப்பேன், எந்த வேளையிலும் துதிப்பேன். ராவிலும் பகலிலும் நீ மாத்திரமே, உயிரிலும் ഉണർവിലും നീ മാത്രമേ. രാവിലും പകലിലും, രാവിലും പകലിലും എന്നുയിരിലും ഉണർവിലും, ഉയിരിലും ഉണർവിലും നീ മാത്രമേ. എന്റെ ചങ്കാണേ, എന്റെ ഉയിരാണേ, എന്റെ അഴകാണേ, അമൃതാണേ യേശു. എന്റെ ചങ്കാണേ, എന്റെ ഉയിരാണേ, എന്റെ അഴകാണേ, അമൃതാണേ. എന്നും നല്ല യേശു
ഇന്നാലായും ഇന്നുമെന്നും അന്യനല്ലവൻ. യേശു ഇന്നാലായും ഇന്നുമെന്നും അന്യനല്ലവൻ. ഓ എന്നും നല്ലവൻ യേശു എന്നും നല്ലവൻ. ഇന്നാലായും ഇന്നുമെന്നും അന്യനല്ലവൻ. യേശു ഇന്നാലായും ഇന്നുമെന്നും അന്യനല്ല. കൈകളെ ഉയർത്തി, കൈകളെ ഉയർത്തി. ഹല്ലേലൂയ. എന്നും നല്ലവൻ യേശു എന്നും നല്ലവൻ. ഇന്നാലായും ഇന്നുമെന്നും അന്യനല്ലവൻ. യേശു ഇന്നാലായും ഇന്നുമെന്നും അന്യനല്ലവൻ. കൈകളെ ഒന്ന് അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. ഒരു വാക്തത്വം കേട്ടാൽ അബ്രഹാമിനെ പോലെ സംശയിക്കേണ്ട, ആരാധിക്കാൻ തുടങ്ങിക്കോ. യാഗപീഠങ്ങളെ പണിയുക. അബ്രഹാമിന്റെ ആരാധന നമുക്കൊരു മാതൃകയായി തീരട്ടെ. അതുകൊണ്ട് അവനോട് പറഞ്ഞു, ഞാൻ നിന്നെ നിശ്ചയമായിട്ടും അനുഗ്രഹിക്കും, ഞാൻ നിന്നെ നിശ്ചയമായിട്ടും വർദ്ധിപ്പിക്കും, നിന്നെ ഞാൻ ഏദൻ തോട്ടം പോലെയാക്കും. ഈ ദൈവത്തിന് നമ്മൾ ആയിത്തീരേണ്ട ചില സ്വപ്നമുണ്ട്. ചിലതിനോടൊക്കെ നമ്മളിങ്ങനെ കർത്താവ് ഇങ്ങനെ ഉപമിക്കും. അതിലൊന്നാണ് ഏദൻ തോട്ടം പോലെ ആയിരിക്കണം. ആമേൻ പറഞ്ഞാട്ടെ. നിങ്ങളെ ഏദൻ തോട്ടം പോലെ ആക്കുവാൻ. 2, ദൈവം നിങ്ങളെ ആയിത്തീരാൻ ആഗ്രഹിക്കുന്ന ഒരു സ്വപ്നം, അറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ ഒരു വൃക്ഷം പോലെ. കണ്ടോ കണ്ടോ, ഒരു വൃക്ഷം പോലെ. ഹല്ലേലൂയ. അതൊക്കെ സംഭവിക്കട്ടെ. മറ്റൊന്ന്, ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് എത്ര കാറ്റുകൾ വന്നാലും, എത്ര കോളുകൾ വന്നാലും, എത്ര തിരമാലകൾ അടിച്ചാലും അതിൻ്റെ നടുവിൽ ഉറച്ചു നിൽക്കുന്ന ഒരു പാറമേൽ പണിത വീട് പോലെ. വേറൊന്ന്, സ്തോത്രം, കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ. വാടിക്കുഴഞ്ഞ് തളർന്ന് തകർന്ന് തല കുനിഞ്ഞിരിക്കാൻ അനുവദിക്കാത്തൊരു ദൈവം നിന്റെ തലയെ കാട്ടുപോത്തിന്റെ കൊമ്പ് ഉയർന്നിരിക്കുന്നത് പോലെ ഉയർത്തുന്ന ദൈവം. വിശ്വാസമുണ്ടെങ്കിൽ കൈ ഉയർത്തി. ഈ അബ്രഹാമിന്റെ ജീവിതത്തില് അദ്ദേഹത്തിന്റെ പാട്ടിനേക്കാൾ ഒരു നല്ല ആരാധന അദ്ദേഹം നടത്തി. ആ ആരാധനയാണ് മോറിയ മലയിൽ നടന്ന ആരാധന. ആ ആരാധന എന്ന് പറയുന്നത് അനുസരണമെന്ന ആരാധനയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഈ ഒരു ആരാധന നമുക്കുണ്ടാകട്ടെ. എന്താണ് ആരാധന? ദൈവം എന്തു പറഞ്ഞാലും, ഹലോ, ദൈവം എന്തു പറഞ്ഞാലും അതിനകത്ത് സ്വന്തം കുഞ്ഞിനെ തരണമെന്ന് പറഞ്ഞാലും അവിടെ എതിർ അഭിപ്രായമില്ലാതെ അതിനെയും എടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിലേക്ക് നടന്നു നീങ്ങുന്ന ഒരാരാധന ജീവിതം. എനിക്ക് തോന്നുന്നു ഇതൊരു പാട്ടിന്റെ അപ്പുറമാണെന്ന് തോന്നുന്നു. ഗ്ലോറി. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? കൈകളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. നമ്മുടെ ഇഷ്ടങ്ങളിലേക്ക് ദൈവത്തെ ഇറക്കിക്കൊണ്ടുവരുന്ന ഒരു തലമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളിലേക്ക് ചുവടുകൾ വെച്ച് നടക്കുമ്പോൾ ദൈവം അത് കാണുന്നത് ഒരു ആരാധനയായിട്ടാണ്. ശതാല കന്ദന. കൈകളെ ഉയർത്തി ഒരു ആമേൻ പറഞ്ഞാട്ടെ. ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ അഭിഷക്തന്മാരുടെ വാക്ക് കേട്ട്
വീടുകളിലേക്ക് പോകാതെ ഇവിടെ ഇരിക്കുമ്പോൾ ഇത് പാട്ട് അല്ലായിരിക്കാം, പക്ഷെ ഇതൊരു ആരാധനയാണ്. കൈകളെ ഉയർത്താൻ പറ്റുമെങ്കിൽ രാമയും പറഞ്ഞാട്ടെ. സ്തോത്രം, സ്തോത്രം. ഇന്ന് രാത്രിയിൽ അബ്രഹാം നടത്തിയ ഈ ആരാധന നടത്താൻ ദൈവം നിങ്ങളെ വിളിക്കുന്നു. അവൻ എന്തു പറഞ്ഞാലും അതിനെ പറഞ്ഞു തിരുത്തുകയല്ല, പറഞ്ഞു മാറ്റുകയല്ല. എന്തു പറഞ്ഞാലും സ്വന്തം ജീവന് തുല്യമായി സ്നേഹിക്കുന്ന തലമുറയാണെങ്കിലും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് വെച്ചു കൊടുക്കത്തക്കവണ്ണം ആർക്കെങ്കിലും ഒന്ന് സ്തോത്രം ചെയ്യാൻ പറ്റുമെങ്കിൽ കൈകളെ ഉയർത്തി ഒന്നുകൂടെ ആമേൻ പറഞ്ഞാട്ടെ. ദൈവം എന്തു പറഞ്ഞാലും അതിൻ്റെ അകത്ത് അഭിപ്രായമില്ല. തിരുത്താൻ 3 ദിനങ്ങൾ നിന്റെ മുമ്പിലുണ്ടെങ്കിലും, മാറി ചിന്തിക്കാൻ അനേക മണിക്കൂറുകൾ നിന്റെ മുമ്പിലുണ്ടെങ്കിലും, ഓരോ ചുവടുകൾ മുൻപോട്ട് വെക്കുമ്പോഴും നീ കേട്ടതിൽ സംശയിക്കാതെ അതിനകത്ത് ഉറപ്പോടെ അവന്റെ അടുക്കിലേക്ക് നീ നടന്ന് നീങ്ങുകയാണെങ്കിൽ, ഇന്ന് ഞാൻ പരിശുദ്ധാത്മാവിൽ നിന്നോട് പറയാം, നീ അനുഗ്രഹിക്കപ്പെടുകയല്ല, മറിച്ച് നീ ഐശ്വര്യമായി അനുഗ്രഹിക്കപ്പെടും. കൈകളെ ഉയർത്താൻ പറ്റുമെങ്കിൽ യേശുവിന്റെ നാമത്തിൽ. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്നാണെങ്കിൽ, അബ്രഹാം ദൈവത്തെ അനുസരിച്ച് സ്നേഹിച്ചപ്പോ ദൈവം അവനോട് പറയുന്നത് ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്നല്ല. എല്ലാവരും രാമയും പറഞ്ഞാട്ടെ. ഞാൻ നിന്നെ ഐശ്വര്യമായി. ഈ അനുഗ്രഹം യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ തലമേൽ വന്നിരിക്കുകയാണ്. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. ഈ അനുഗ്രഹം യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ തലയിൽ വന്നിരിക്കുകയാണ്. എങ്ങനെ ഈ അനുഗ്രഹം നമ്മുടെ തലമുറയിൽ വന്നു? ദൈവം അയച്ച തന്റെ പുത്രനെ ആമേൻ ഹൃദയം കൊണ്ട് ഏറ്റെടുക്കുകയും വാ കൊണ്ട് പ്രസ്താവിക്കുകയും ചെയ്തപ്പോൾ, അവന്റെ വാക്കിനെ നിങ്ങൾ അനുസരിച്ചപ്പോൾ ഈ അബ്രഹാമിന്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ വന്നു. ഏതാണ് അനുഗ്രഹം? അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചു. 2, അബ്രഹാമിനെ ദൈവം ഏറ്റവും അനുഗ്രഹിച്ചു. 3, അബ്രഹാമിനെ ദൈവം സകലത്തിലും അനുഗ്രഹിച്ചു. 4, അബ്രഹാമിനെ ദൈവം ഐശ്വര്യമായി അനുഗ്രഹിച്ചു. ആരെങ്കിലും ഉണ്ടെങ്കിലും നാമ്യം പറഞ്ഞെടുത്തോ. 1, ദൈവവനെ അനുഗ്രഹിച്ചു. 2, ദൈവവനെ അവൻ സകലത്തിലും അനുഗ്രഹിച്ചു. 3, അവനെ ദൈവം ഏറ്റവും അനുഗ്രഹിച്ചു. 4, ദൈവം അവനെ ഐശ്വര്യമായി അനുഗ്രഹിച്ചു. നിനക്ക് ചിന്തിക്കാൻ കഴിയാത്ത നിലകളിൽ നീ അനുസരണത്തിന്റെ ഒരു ആരാധന നടത്തിയാൽ ദൈവം നിന്നെ അനുഗ്രഹിച്ചിരിക്കും. നിന്റെ ഒപ്പം വെക്കാൻ മറ്റൊരു വ്യക്തി ഇല്ലാത്ത നിലകളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചേർന്നെടുത്ത് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഓ സ്തോത്രം. നിന്റെ വീട്ടിൽ ആരും യേശുവിനെ വിശ്വസിക്കാതിരുന്നപ്പോൾ നീ അനുസരണത്താൽ ഒരു ചുവട് വെച്ചില്ലേ? മറ്റാരും സ്നാനത്തിലേക്ക് നടക്കാതിരുന്നപ്പോൾ നീ അനുസരണത്തോടൊരു ചുവട് വെച്ചില്ലേ? സ്തോത്രം. ആ അനുസരണം ഒരു ആരാധനയാണ്. കൈകളെ ഉയർത്തി ഹല്ലേലൂയ. ഇന്ന് ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആ കൈകൾ ഉയർത്തി ഒരിക്കൽ കൂടെ നിങ്ങളുടെ ഹൃദയങ്ങളെ, മനസ്സുകളെ ദൈവങ്ങളിലേക്കൊന്ന് കൊടുത്ത് ഒരു നിമിഷം കൂടെ ദൈവത്തിന് മുമ്പിൽ കൈകളെ ഉയർത്തി പറ, കർത്താവെ സമർപ്പിക്കുന്നു. കർത്താവേ, ഓ മുറ്റും ഞാൻ താരും നീതാ ഭൂനിക്ഷേപം മുഴുവൻ ദേഹം ദേഹി സമസ്തം എന്നേക്കും നിന്റെ ഞാൻ വരുന്നു ക്രൂശിങ്കൽ
സാധുഷീണൻ സാധുഷീണൻ കുരുടൻ സർവവും എനിക്ക് പൂർണ്ണരക്ഷകാണും ഞാൻ. ഹല്ലേലൂയ. ഇന്ന് ഈ രാത്രിയില് എന്തെങ്കിലും ദൈവം പറഞ്ഞത് അനുസരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഈ രാത്രിയിൽ ആ ആരാധന നിങ്ങൾ നടത്തണം. കേട്ടില്ല? ആ ആരാധന നിങ്ങൾ നടത്തണം. അനുസരണം ഒരു ആരാധനയാണ്. പ്രൈസ് ഗോഡ്. കൈകളെ ഉയർത്തി ആമേൻ. അനുസരണം ഒരു ആരാധനയാണ്. ശബലഹർത്തരാസിയാന്തന. നീ നിന്റെ ഏറ്റവും വിലപ്പെട്ടതല്ല ദൈവത്തിന്റെ യാഗപീഠത്തിലേക്ക് വെക്കുന്നത് ഒരു ആരാധനയാണ്. ചിലപ്പോൾ നിന്റെ മക്കളായിരിക്കാം യാഗപീഠത്തിൽ വെക്കുക. നീ നിന്റെ കയ്യിലൊന്നും സൂക്ഷിക്കരുത്. നിനക്കുള്ളതെല്ലാം കർത്താവിന്റെ കയ്യിൽ കൊടുക്കുക. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിന്റെ ഹൃദയത്തിൽ മറ്റാരും ഉണ്ടാകരുത്. നിന്റെ ഹൃദയത്തിൽ മറ്റാരും ഉണ്ടാകരുത്. നമ്മുടെയൊക്കെ ഹൃദയം എന്ന് പറഞ്ഞാൽ, ഒരു ദിവസം ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ 10 ബസ് മിസ് ചെയ്തിട്ട് പിന്നെ വരുന്ന ഒരു ഓർഡിനറി ബസ് പോലെയാണ് നമ്മുടെയൊക്കെ ഹൃദയം പലപ്പോഴും. മനസ്സിലായില്ല? ആ കാഴ്ച കാണുന്നുണ്ടെങ്കിൽ ആമേൻ എന്ന് പറഞ്ഞാൽ, അതിനകത്ത് നിൽക്കാൻ സ്ഥലമില്ല, ഇരിക്കാൻ സ്ഥലമില്ല. അതിൻ്റെ ഈ ഫുൾപാത്തിൽ വരെയും 5-8 തൂങ്ങി നിൽപ്പുണ്ട്. ആരുമില്ല ഇവിടെ. നമ്മുടെയൊക്കെ ഹൃദയം പലപ്പോഴും ഇങ്ങനെയാ. എല്ലാവരും അകത്ത് കയറ്റി വെച്ചേക്കുക. അതിൻ്റെ ഇടയ്ക്ക് എവിടെയോ യേശു ഞെരുങ്ങിയിരിപ്പുണ്ട്. കേട്ടില്ല? അതിൻ്റെ ഇടയ്ക്ക് എവിടെയോ യേശു ഞെരുങ്ങിയിരിക്കുക. ആരെയും വിട്ടുകൊടുക്കത്തില്ല. മക്കളെ, മരുമക്കളെ, നാട്ടുകാരെ, വീട്ടുകാരെ എല്ലാം ഇത്രയുള്ള ചങ്കിനകത്ത് കയറ്റി വെച്ചേക്കുക. ഇന്ന് യാഗപീഠത്തിലേക്ക് കൊണ്ടുപോയി സകലത്തെ ഇറക്കി ഇങ്ങനെ പറയണം, നീ പിടിച്ചോ. ഇന്ന എൻ്റെ മൂത്ത മകൻ ഇന്ന, രണ്ടാമത്തെ മകൾ ഇന്ന, മൂന്നാമത്തെ മകൾ ഇന്ന എന്ന് പറഞ്ഞ് ഓരോന്നോരോന്ന് യേശുവിന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് നിന്റെ ഹൃദയത്തിൽ യേശു മാത്രം. കൈകളെ ഉയർത്താൻ പറ്റുന്നവർ കൈകളെ ഉയർത്തി ഉയർത്തി ഉയർത്തി. എന്റെ ഹൃദയത്തിനകത്ത് യേശു അല്ലാതെ മറ്റാരുമില്ല. ഞാൻ നിങ്ങളോട് പറയാം, ചില വീടുകളിലേക്ക് ചില പ്രിയപ്പെട്ടവരൊക്കെ മരിക്കുമ്പോൾ നമുക്ക് വേദനയുണ്ട്, സത്യമാണ്. പക്ഷെ ചിലർ മരിക്കുമ്പോഴുണ്ടല്ലോ, ചില വ്യക്തികളൊക്കെ ദിവസങ്ങൾ കരയും. ദിവസങ്ങൾ കരഞ്ഞിട്ടും അവർക്കതിൽ നിന്ന് പുറത്തു വരാൻ കഴിയുന്നില്ല. കാരണം എന്തെന്നറിയാമോ? അവരവരുടെ ഹൃദയത്തിനകത്ത് ഒത്തിരി ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങളോട് പറയാം, ആരെയും അധികം ഹൃദയത്തിൽ വെക്കരുത്. മനസ്സിലായില്ല. കൈകളൊന്ന് ഉയർത്താൻ പറ്റുമെങ്കിൽ എല്ലാവരെയും ഒരു പരിധിക്കപ്പുറം മാറ്റി നിർത്തിക്കോണം. പക്ഷെ ഒരുവനെ നിങ്ങളുടെ ഹൃദയം മുഴുവൻ കൊടുത്തോണം. എത്ര പേർക്ക് കൈകളെ ഒന്ന് ഉയർത്തി ആമേൻ പറയാൻ പറ്റും? ആമേൻ. എല്ലാ കൈകളൊന്ന് ഉയർത്തി ആമേൻ പറഞ്ഞാട്ടെ. സ്തോത്രം, 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 സ്തോത്രം. എന്തോ ഭയങ്കര ദൈവിക വിടുതൽ ഇതിനകത്ത് വ്യാപരിക്കുകയാണ്. ആരൊക്കെയോ ചിലർ നഷ്ടപ്പെട്ടതിന്റെ വേദന ഇന്നും ചുമന്നുകൊണ്ട് ഇവിടെ ഇരിപ്പുണ്ട്. പക്ഷെ ഇന്ന് അവരെ ഒന്ന് ഇറക്കി വിട്ടിട്ട് അവിടേക്ക് ആ സ്ഥലം കൂടെ യേശുവിനൊന്ന് കൊടുത്തോ, യേശുവിനൊന്ന് കൊടുത്തോ, യേശുവിനൊന്ന് കൊടുത്തോ. യേശുവീലൻ തോഴനെ കണ്ടേ,
എനിക്കെല്ലാമായവനെ, 10,000 ഏറ്റവും സുന്ദരനെ, ശാരോനിൽ പനീതി പുഷ്പം അവനെ ഞാൻ കണ്ടെത്തിയേ, 10,000 ഏറ്റവും സുന്ദരനെ, 10,000 ഏറ്റവും സുന്ദരനെ, ശാരോനിൽ പനീതി പുഷ്പം അവനെ ഞാൻ കണ്ടെത്തിയേ, 10,000 ഏറ്റവും സുന്ദരനെ, ശാരോനിൽ പനീനീർ പുഷ്പം അവനെ ഞാൻ കണ്ടെത്തിയേ, 10,000 10,000 ഏറ്റവും സുന്ദരനെ, തുമ്പം ദുഃഖങ്ങളതിൽ ആശ്വാസം നൽകുന്നു, എൻ ഭാരമെല്ലാം ചുമക്കാമെന്നേ ജനാ ശാരോനിൽ പനീനീർ പുഷ്പം അവനെ ഞാൻ കണ്ടെത്തിയേ, 10,000 ഏറ്റവും സുന്ദരനെ, ഉറപ്പുള്ളവർ ഈ വരിയൊന്ന് പറയാമോ? അവനെന്നെ മറക്കുകയില്ല, മൃത്യുവിലും കൈവീഴില്ല, അവനിഷ്ടം ഞാൻ. ശിവനും ജീവി എനിക്ക് ഈ ശബ്ദം ഒന്ന് ഉച്ചത്തിൽ കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. അവനെന്നെ കൈയില്ല, മൃത്യുവിലും കൈവിടില്ല, അവനിഷ്ടം ഞാൻ. ചിതെന്നും ജീവിക്കും, അവനിഷ്ടം ചിതെന്നും ജീവിക്കും, അവനിഷ്ടം ഇഷ്ടം ഞാൻ ചെയ്തെന്നും ജീവിക്കും. എനിക്ക് ഈ പാടാനൊന്നും അറിയത്തുമില്ല, വലിയ കഴിവുമില്ല, ഞാൻ പഠിച്ചിട്ടുമില്ല, എനിക്കതിനൊത്ത ശബ്ദവുമില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാനതുകൊണ്ട് പാടും. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. നിങ്ങൾ ഒരു ആമേനും പറഞ്ഞില്ല. ആമേൻ. ഞാൻ ഇനിയും പാടും, എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ പാടും. ആമേൻ, സ്തോത്രം. ഞാൻ ധൈര്യത്തോടെ ഇവിടെ വന്ന്, എനിക്ക് ഇന്ന് ഞാൻ ഏകദേശം 2.5-3 മണിക്കൂർ ശുശ്രൂഷിച്ച് കഴിഞ്ഞാണ് വരുന്നത്. എനിക്കിങ്ങോട്ട് മുഴുവൻ മിണ്ടാൻ പോലും പറ്റത്തില്ല, പക്ഷെ ഞാൻ പാടും, ഞാൻ പ്രസംഗിക്കും. കാരണം എനിക്ക് എൻ്റെ യേശുവിനെ അത്ര ഇഷ്ടമാണ്. ആമേൻ. കൈകളെ ഒന്ന് ഉയർത്തി ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് യേശുവിനെ ഭയങ്കര ഇഷ്ടം. ഞാൻ ഇനിയും പ്രസംഗിക്കും, പ്രസംഗിക്കുകയും ചെയ്യും, പാടുകയും ചെയ്യും, പ്രവചിക്കുകയും ചെയ്യും. ആമേൻ, ആമേൻ, ആമേൻ. എന്തൊക്കെ ചെയ്യാമോ ഇതെല്ലാം ഞാൻ ചെയ്തിരിക്കും. കാരണം ഞാനും യേശുവും തമ്മിൽ അത്ര വലിയ പ്രണയത്തിലാണ്. കൈകളെ ഒന്ന് ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ,
ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഒത്തിരി ട്യൂണൊന്നും നിങ്ങൾ നോക്കണ്ട, പാടിക്കോ. യേശുപ്പയ്ക്ക് ഇഷ്ടം. പിന്നെ നിങ്ങൾക്ക് എന്തിനാ സങ്കടം? നിങ്ങളുടെ പാട്ട് കേട്ട് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും നല്ല ശബ്ദത്തിന്റെ ഉടമയായ യേശുദാസ് സാറ് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഒന്നും തരുന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ പാട്ട് കേൾക്കുമ്പം ഒരാൾ പറയും, കടുംതുക്കിന്റെ മറവിലും പാറയുടെ പിളപ്പിലും ഇരിക്കുന്ന എൻ്റെ പ്രാവേ, ഞാൻ നിന്റെ മുഖമൊന്ന് കണ്ടോട്ടെ, ഞാൻ നിന്റെ സ്വരമൊന്ന് കേട്ടോട്ടെ. എനിക്കറിയാം എൻ്റെ ശബ്ദം കേൾക്കുമ്പം എൻ്റെ അപ്പയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. ആമേൻ പറഞ്ഞില്ല? ആമേൻ പറഞ്ഞു. ഹല്ലേലൂയ. കൈകളൊന്ന് ഉയർത്തി ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. കൈകളെ ഉയർത്തി ഒന്നുകൂടെ. ഹല്ലേലൂയ. എനിക്കറിയാം എൻ്റെ അപ്പയ്ക്ക് എൻ്റെ ശബ്ദം കേൾക്കുന്ന ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇന്നലെയും ഞാനൊരു പുതിയ പാട്ട് യേശുപ്പയ്ക്ക് കൊടുത്തു. ഓ ഒരു നിഴലാ നിത്യ തുണയാ നിന്നരുകിൽ തുടരേണം, ഒരു നിഴലാ നിത്യ തുണയാ നിന്നരുകിൽ തുടരേണം, ഒരു നിഴലാ നിത്യ തുണയാ നിന്നരുകിൽ തുടരേണം, മറ്റൊന്നുമല്ലപ്പ എന്നാശ, വേറൊന്നുമല്ലപ്പ എൻ വാഞ്ച, മറ്റൊന്നുമല്ലപ്പ എന്നാശ, വേറൊന്നുമല്ലപ്പ എൻ വാഞ്ച. യേശുവേ 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 അങ്ങേ സ്നേഹിക്കുന്നേ, യേശുവേ 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 അങ്ങേ സ്നേഹിക്കുന്നേ. കൈകളെ ഉയർത്തി യേശുവിനെ ഒരിക്കൽ കൂടി ആരാധന. വേറൊന്നുമല്ലപ്പ എന്നാശ, മറ്റൊന്നുമല്ലപ്പ എൻ വാഞ്ച, വേറൊന്നുമല്ലപ്പ എന്നാശ, മറ്റൊന്നുമല്ലപ്പ എൻ വാഞ്ച. ദൈവം എനിക്ക് തന്ന ഒരു ഗാനം ഏറ്റവും മനോഹരമാക്കിയ, ഏറ്റവും ബ്യൂട്ടിഫുൾ ആക്കിയ ഒരു കർത്താവിന്റെ വിലപ്പെട്ട മോനാണ് ബ്ലമിൻ. ഹല്ലേലൂയ. ദിനവും യേശുവിന്റെ കൂടെ, ദിനവും പൊന്നേശുവിന്റെ ചാരേ, ദിനവും യേശുവിന്റെ കൂടെ, ദിനവും യേശുവിന്റെ ചാരേ. ഒരിക്കൽ കൂടെ ദിനവും യേശുവിന്റെ കൂടെ, ദിനവും യേശുവിന്റെ ചാരേ. ഒരിക്കൽ കൂടെ ദിനവും യേശുവിന്റെ കൂടെ,
പ്രിയനേ എന്നേശുനാഥ പ്രിയ കഴിയില്ലെനിക്ക് പ്രിയനേ പ്രിയനേ എന്നേശുനാഥ എത്ര പേർ ചേർന്ന് പറയും സ്നേഹിക്കുന്നേ 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 യേശുവേ സ്നേഹിക്കുന്നേ 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 യേശുവേ. ഹൃദയത്തിനകത്തിരിക്കുന്ന എല്ലാത്തിനെയും എടുത്ത് പെറുക്കി കർത്താവിന്റെ കയ്യിലോട്ട് കൊടുക്കണം. അബ്രഹാം പറഞ്ഞു, ഇസ്ഹാക്ക് എന്റെ ഹൃദയത്തിലിരിക്കണ്ട, നിന്റെ ഹൃദയത്തിലിരിക്കട്ടെ. ഞാൻ ഈ മലമുകളിലേക്ക് കയറുന്നത് തരാൻ വരികയാണ്. പ്രിയ മാതാവേ, പിതാവേ, നിന്നെ കൊണ്ട് പറ്റത്തില്ല നിന്റെ തലമുറയെ സൂക്ഷിക്കാൻ, പക്ഷെ കൈമാറാൻ ഒരിടമുണ്ട്. കൊടുക്കുക ധൈര്യത്തോടെ, കൊടുക്കുക ധൈര്യത്തോടെ. ചില തലമുറകളെ ഓർത്ത് ഭാരപ്പെട്ടിരിക്കുന്ന മാതാവേ, പിതാവേ, ഇന്ന് രാത്രി ഞാൻ പരിശുദ്ധാത്മാവിൽ പറയാം, നീ അതിനെ വഹിക്കണ്ട. യേശുവിന്റെ കയ്യിലോട്ട് അതിനെ എറിഞ്ഞു കൊടുക്ക്. യാഗപീഠത്തിൽ അതിനെ കൊണ്ട് വെക്ക്. അടുത്തൊരു വാക്ക് പറയാം, നീ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ അവന്റെ കയ്യിൽ നിന്ന് തിരിച്ചു നിന്റെ കയ്യിൽ തരും. അത് സേഫ് ആയിരിക്കും. കൈകളെ ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, പോരാ, ഹല്ലേലൂയ. അബ്രഹാമിനെ പോലെ ആരാധിക്കുന്ന ഒരു തലമുറ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് വരികയാണ്. ദൈവം എന്തു പറഞ്ഞാലും, ദൈവം എന്തു പറഞ്ഞാലും കൊടുത്ത് ഹൃദയത്തിൽ വേറെ ആരുമില്ല. ഹൃദയം മുഴുവൻ യേശുവിന്റെ സിംഹാസനം, ഉള്ളതെല്ലാം യേശുവിന്റെ കയ്യിൽ. പോരല്ലോ, ഒന്നുകൂടെ ആമേൻ പറഞ്ഞാട്ട്. ഈ രാത്രിയിൽ ഈ ആരാധന ഇവിടെ നടക്കട്ടെ. നിന്റെ വിലപ്പെട്ടതെല്ലാം കൈമാറുന്ന ആരാധന, അനുസരണത്തിന്റെ ആരാധന. വേദപുസ്തകത്തിൽ രണ്ടാമത്തെ ഒരു ആരാധന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ആരാധന നമുക്കറിയാം. ശമൂവേലിന്റെ പുസ്തകത്തിൽ അത് പറയാതെ നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. 6-ാം അധ്യായത്തിലുള്ള ദാവീദിന്റെ ആരാധന. ദൈവം തന്നതെല്ലാം അഴിച്ചു വെച്ച് പഞ്ഞി നൂലങ്കി ധരിച്ച് ദൈവത്തിന്റെ മഹത്വത്തിന്റെ മുൻപിൽ ഒന്നുമല്ലാതെ തന്നെത്താൻ മറന്ന് നൃത്തച്ചുവടുകൾ വെച്ച് തുള്ളി ചാടിപ്പോകുന്ന ഒരു ദാവീദ്. കൈകളെ ഉയർത്താൻ പറ്റുമെങ്കിൽ അവൻ ആരാണെന്ന് അവൻ മറക്കും ദൈവസന്നിധിയിൽ. അവൻ എന്താണെന്ന് അവൻ മറക്കും ദൈവസന്നിധിയിൽ. പലപ്പോഴും നമുക്ക് ലഭിക്കുന്ന അധികാരങ്ങൾ, പദവികൾ നമ്മെ ചിലപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് വർഷിപ്പ് ലീഡറാക്കി തീർക്കാറുണ്ട്. ആമേൻ. ആരുമില്ല. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ ചിന്തിക്കാൻ കഴിയാത്ത ദൈവത്തിന്റെ ഗ്ലോറി, ദൈവത്തിന്റെ മഹത്വത്തെ അനുഭവിച്ചവൻ, അറിഞ്ഞവൻ തന്നെ മറന്ന്, പദവികൾ മറന്ന്, സ്ഥാനങ്ങൾ മറന്ന്, പദവികൾ മറന്ന് ദൈവം മുമ്പിൽ തന്നെത്താൻ മറന്ന് ആരാധിക്കുകയാണ്. കൈകളെ ഉയർത്താൻ പറ്റുമെങ്കിൽ ഒന്ന് ആരാധിക്കാം. സ്തോത്രം, സ്തോത്രം.
ദാവീദിന്റെ ആരാധന പദവികൾ മറന്നുള്ള ആരാധന. ഇന്ന് രാത്രിയിൽ ഈ ഒരു ആരാധന നമുക്ക് ഉയർത്തണം. ഇവിടെ ഒന്നും നിങ്ങൾ നിൽക്കത്തില്ല കേട്ടോ. ഇവിടെ ഒന്നും ഒതുങ്ങുമെന്ന് നിങ്ങൾ ചിന്തിക്കുകയും വേണ്ട കേട്ടോ. ഈ ഒരു ചെറിയ സ്ഥലത്തൊന്നും നിങ്ങൾ തീരുമെന്ന് നിങ്ങൾ ചിന്തിക്കരുത് കേട്ടോ. ഇതൊന്നും വലിയ ഹോളായിട്ട് നിങ്ങൾ ചിന്തിക്കരുത് കേട്ടോ. ഇതിനേക്കാൾ 10,000 മടങ്ങ് വലിപ്പമുള്ളതാ നിങ്ങൾ ചുമക്കുന്ന ദർശനം. വിശ്വസിക്കുന്നവരൊന്ന് കൈ ഉയർത്തി ആമേൻ പറയാമെങ്കിൽ ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. 800 കോടിയെ രക്ഷിക്കാൻ വേണ്ടി ദൈവം കാത്തു നിൽക്കുമ്പം നമുക്ക് 2000 പേരുടെ ഹോളൊന്നും പറ്റത്തില്ല. യഹൂദേ, ഞാൻ നിന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ നിനക്കും വലിയൊരു കൊയ്ത്ത് ഞാൻ വെച്ചിരിക്കുന്നുണ്ട്. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോ. ആമേൻ പറഞ്ഞ് കൈകളെ ഉയർത്തി ഹല്ലേലൂയ. ഞാനിത് പ്രവചിക്കുകയാണ്. ദേശങ്ങൾ ദൈവമുമ്പിൽ വണങ്ങുന്ന നാളുകൾ വരുന്നു. ജനതകൾ ദൈവമുമ്പിൽ വീണ് കിടക്കുന്ന നാളുകൾ വരുന്നു. ഭാരതത്തെ ദൈവം സന്ദർശിക്കും. ഭാരതത്തിന്റെ ഇടയിൽ ഒരു വലിയ ദൈവിക ഇടപെടലുകൾ നടക്കും. ഇവിടുത്തെ എല്ലാ ഗ്രാമങ്ങളും എല്ലാ പട്ടണങ്ങളും എല്ലാ ഗ്രൗണ്ടുകളും സുവിശേഷത്തിന് വേണ്ടി ദാഹിക്കും. നമ്മുടെ ഈ തലമുറയിൽ ഏറ്റവും വലിയ രക്ഷ നടക്കും. വിശ്വസിക്കുന്നവർ കൈ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. ദൈവം ഒരു ഉണർവഹിക്കും എന്ന് വിശ്വസിച്ച് ഭ്രാന്തനായി നടക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. എനിക്ക് വേറെ ഒരു സ്വപ്നമില്ല, എനിക്ക് വേറെ ഒരു ആഗ്രഹവുമില്ല, വേറൊരു പ്രാർത്ഥനയുമില്ല. ദൈവമേ, തലമുറയിൽ ഒരു വലിയ ഉണർവിനെ നീ അയക്കണം, വലിയൊരു ഉണർവിനെ നീ അയക്കണം. ഹോ സ്തോത്രം. 10,000-ഓ 1,00,000-ഓ മാത്രമുള്ള ഇവിടത്തെ ചർച്ചസിനകത്ത് ഒതുങ്ങുന്ന ഒരു കൂട്ടമല്ല. ദൈവമേ, 800 കോടിയുടെ മേലും നിന്റെ കരം ഇറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. ഞാനത് വിശ്വസിക്കുന്നു. വലിയ ഉണർവുകൾക്കായി ദൈവം നമ്മുടെ ദേശത്തെ ഒരുക്കുന്നു. തലകളെ ഉയർത്തി നോക്കുക. കൊയ്ത്തിന് വേണ്ടി പാടങ്ങൾ വിളഞ്ഞു കിടക്കുന്നു. വിശ്വസിക്കുന്നവർ കൈകളെ ഒന്ന് ഉയർത്തി ഹല്ലേലൂയ. അതെ, ആ ജയക്കൊടി ഇന്നിവിടെ വീശപ്പെടുമ്പോൾ ആ ഉണർവിന്റെ കാവലാളാകുവാൻ, ആ ഉണർവിന്റെ വാഹകരാകുവാൻ, ആ ഉണർവിന്റെ കാഹളമാകുവാൻ ദൈവം ഈ ചർച്ചിനെ മാത്രമല്ല ഇന്ന് രാത്രിയിൽ ഈ സന്ദേശം കേൾക്കുന്ന ഓരോരുത്തരെയും ദൈവം അഭിഷേകം ചെയ്യുകയാണ്. വിശ്വസിക്കുക. Amen. Hallelujah. എല്ലാം മറന്ന് അവൻ ദൈവത്തെ ആരാധിച്ചു. ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളോട് പറയാം, ദൈവം നിന്നെ എത്തിക്കുന്നതിന്റെ ഒരു തരി പോലും നീ ആയിട്ടില്ല കേട്ടോ. ദൈവം നിനക്ക് വേണ്ടി പകർന്നതിന്റെ ഒരു അംശത്തിൽ പോലും നീ എത്തിയിട്ടില്ല കേട്ടോ. ഇവിടെ നീ ഇന്നും എല്ലാ ജാടകളും മാറ്റിവെക്കണം. നീ നിന്നെ തന്നെ മറന്ന് ഈ മഹത്വത്തിന്റെ മുമ്പിൽ ദൈവത്തെ സ്തുതിക്കാൻ നീ തയ്യാറാകണം. ഒത്തിരി ബൈബിൾ റെഫറൻസുകളൊക്കെ പഠിച്ച് നിന്റെ ആരാധന നീ കളയരുത്. നിന്നെ ബലപ്പെടുത്തുന്ന ദൂതുകൾ നീ ഏറ്റെടുത്ത് ദൈവത്തെ സ്തുതിക്കണം. കൈകളെ ഉയർത്തി ഒരിക്കൽ കൂടി ഹല്ലേലൂയ. ഈ പണ്ട് നമ്മൾ ആരെ കണ്ടാലും സുവിശേഷം പറയുമായിരുന്നു. അങ്ങനെ സുവിശേഷദാഹമുള്ള നമ്മൾ എങ്ങനെ സുവിശേഷം പറയാമെന്നുള്ളൊരു ക്ലാസ്സിന് പോയി. കേട്ടില്ല. അങ്ങനെ ഒരാഴ്ചത്തെ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഇന്ന് വരെ ആരോടും നമ്മൾ സുവിശേഷം പറഞ്ഞിട്ടില്ല. കാരണം പഠിച്ചത് പറയാൻ രീതിയിൽ ഒരാളെ കിട്ടിയിട്ട് വേണ്ടേ? ആരുമില്ല. കേട്ടില്ല. ഈ ഒത്തിരി പഠിച്ചത് ഒത്തിരി കുഴപ്പമായിട്ടുണ്ട് നമുക്ക്. ആമേൻ. കഴിഞ്ഞ ദിവസം എൻ്റെ ചർച്ചിൽ ഒരു സഹോദരി രക്ഷിക്കപ്പെട്ടു വന്നു. 1 മാസമേ ഉള്ളൂ. ഒന്നും അറിയത്തില്ല, ഒരു വക അറിയത്തില്ല.
യേശു സ്നേഹിക്കുന്നു, യേശു രക്ഷിക്കുന്നു എന്ന് മാത്രം പറഞ്ഞു കൊടുത്തു. 1 മാസം കൊണ്ട് ആ സഹോദരി 16 പേരെ രക്ഷിച്ചു. ചർച്ചയ്ക്ക് കൊണ്ടുവന്നു. ആരുമില്ല, കൈ അടിച്ചൊരു ആമേൻ പറഞ്ഞാൽ. നമ്മൾ ഈ മർമ്മം എല്ലാം പഠിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഈ പഠിച്ചതെല്ലാം കൊടുക്കണ്ടേ? എന്നപ്പോ അവൻ വീട്ടിൽ പോവും. ആരുമില്ല, ആമേൻ പറഞ്ഞു. യേശു സ്നേഹിക്കുന്നു, യേശു സ്നേഹിക്കുന്നു. നീ ഇത് പറ, ജനം വരും. രക്ഷിക്കുന്നത് നീയല്ല, പറയുന്നത് നീയാണ്. കേട്ടെങ്കിലും ഒരു ആമേൻ പറഞ്ഞാട്ടെ. നമ്മളൊരു വ്യക്തിയെ കണ്ട പിന്നെ ആ പുള്ളി അങ്ങ് രക്ഷിക്കാൻ വേണ്ടി അങ്ങ് നിൽക്കുക. രക്ഷിക്കുന്നത് നീയല്ല, രക്ഷിക്കുന്നത് ദൈവമാണ്. പക്ഷേ പറയുന്നത് എത്ര പേർക്ക് ആമേൻ പറയാം? ചില നാവുകളെല്ലാം ഇന്ന് രാത്രിയിൽ ഇവിടെ സുവിശേഷത്തിന്റെ അധരങ്ങളായി തീരാൻ പോകുകയാണ്. കൈകളെ ഉയർത്താൻ പറ്റുമെങ്കിൽ ഒരു ദാഹം, ഒരു വാഞ്ച. ആമേൻ. എല്ലാം മറന്നവൻ ദൈവത്തിൽ ആരാധിക്കുക. അവനൊരു ആരാധനയുടെ പുതിയ തലം തുറന്നു. ഡേവിഡ് ജനറേഷൻ എഴുന്നേറ്റ് വരട്ടെ. ദാവീദ് ആരാധനയുടെ ഒരു പുതിയ തലം തുറന്നു. അതുവരെയുള്ള ആരാധന മോശ പറഞ്ഞുകൊടുത്ത ആരാധനയാ, രക്താരാധനയാ, രക്താരാധന. എന്നാൽ ദാവീദ് മറ്റൊരു ആരാധന കൊണ്ടുവന്നു. ആരാധന രക്താരാധനയല്ല, സ്തുതിയാരാധനയാണ്. അവൻ നല്ലവനല്ലോ. കമോൺ കമോൺ, ചർച്ച ഒന്ന് ഉയർത്താൻ പറ്റുമെങ്കിൽ അവൻ നല്ലവനല്ലോ, അവൻ നല്ലവനല്ലോ. അവന്റെ ദയ എന്നേക്കുമുള്ളത്, എന്നേക്കുമുള്ളത്. ശൗലിന്റെ കാലത്ത് നഷ്ടപ്പെട്ട ദൈവമഹത്വം തിരിച്ചു പിടിക്കാൻ ഒരു ഡേവിഡ് ജനറേഷൻ എഴുന്നേറ്റു. അവൻ പെട്ടകം പിടിക്കുക മാത്രമല്ല, ആ പെട്ടകത്തെ കൊണ്ടുവന്നു. അവിടെ രാവോ പകലോ വ്യത്യാസമില്ലാതെ ആ പെട്ടകത്തിന്റെ ചുറ്റും, അല്ലെങ്കിൽ ആ മഹത്വത്തിന് ചുറ്റും ഒരു കൂട്ടം വർഷിപ്പ് ടീമിനെ നിർത്തി. അതിൽ പ്രധാനിയായിരുന്നു അസാഫ്. അവരെ നിർത്തിയിട്ട് പറഞ്ഞു, വേറെ ഒന്നും ചെയ്യണ്ട, വേറെ ഒന്നും ചെയ്യണ്ട, ഒറ്റ കാര്യം മാത്രം ചെയ്താൽ മതി. അവൻ നല്ലവനല്ലോ.